2025-26 അധ്യയന വർഷമാണ് ശ്രീമാതാ വൈഷ്ണോദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസിൽ ആദ്യമായൊരു MBBS ബാച്ച് ആരംഭിക്കുന്നത്. നാഷണൽ മെഡിക്കൽ കൗൺസിലിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചായിരുന്നു പ്രവേശന നടപടികൾ. 85% സീറ്റുകൾ ജമ്മു കശ്മീർ സ്വദേശികൾക്കും ബാക്കി 15% രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ളവർക്കും എന്ന നിലയ്ക്കായിരുന്നു സീറ്റുകളിലെ ആകെയുള്ള സംവരണം. പക്ഷേ 42 സീറ്റുകളിലേക്ക് മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചത് ഹിന്ദുത്വ സംഘങ്ങളെ പ്രകോപിപ്പിച്ചു. RSSുമായി ബന്ധമുള്ള രാഷ്ട്രീയ ബജറംഗ് പ്രവർത്തകർ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിയാസി ക്യാമ്പസിലേക്ക് ഇരച്ചുകയറി. വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകളും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. വൈഷ്ണോദേവി ക്ഷേത്ര ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കോലം കത്തിച്ച ഇക്കൂട്ടർ മുസ്ലിം വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ റദ്ദാക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. വൈഷ്ണോദേവി ക്ഷേത്ര ബോർഡ് ധനസഹായം നൽകുന്ന ഒരു സ്ഥാപനത്തിൽ ഹിന്ദു വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകണമെന്നായിരുന്നു അവരുടെ വാദം. പിന്നാലെയാണ് ഹിന്ദുത്വ ഗ്രൂപ്പുകൾക്ക് പിന്തുണയുമായി ജമ്മു കശ്മീരിലെ പ്രതിപക്ഷമായ BJPയും രംഗത്തെത്തുന്നത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച BJP നേതാവ് സുനിൽ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘം ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയെ കണ്ട് നിവേദനവും സമർപ്പിച്ചു. ഹിന്ദു വിദ്യാർത്ഥികൾക്ക് വേണ്ടി കോളേജിൽ സീറ്റ് റിസർവ് ചെയ്യണമെന്നായിരുന്നു നിവേദനത്തിലെ പ്രധാന ആവശ്യം. ഒപ്പം നിലവിലെ പ്രവേശനം പുനഃപരിശോധിക്കണമെന്നും BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റു മതങ്ങളിൽ നിന്നുള്ള ആളുകളും വിദ്യാർത്ഥികളും കോളേജിൽ ഉണ്ടാകുന്നത് ക്ഷേത്ര ബോർഡിനോ സംഭാവന നൽകുന്നവർക്കോ നല്ലതല്ല എന്നായിരുന്നു സുനിൽ ശർമ്മയുടെ പ്രതികരണം. അതിനാൽ വൈഷ്ണോദേവിയിൽ വിശ്വാസമുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രം പ്രവേശനം നൽകണമെന്ന് ലഫ്റ്റനന്റ് ഗവർണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും BJP നേതാവ് വ്യക്തമാക്കുന്നു. അതേസമയം ആരെയും പ്രത്യേകമായി പരിഗണിച്ചല്ല മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം നടന്നത് എന്നാണ് ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇതിനോട് പ്രതികരിച്ചത്. ശ്രീമാതാ വൈഷ്ണോദേവി സർവകലാശാല സ്ഥാപിക്കുന്നതിനുള്ള ബിൽ നിയമസഭ പാസാക്കിയപ്പോൾ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അതിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് എവിടെയെങ്കിലും എഴുതിയിരുന്നോ എന്നും അദ്ദേഹം ചോദിക്കുന്നു.